പ്രിയപ്പെട്ടവരെ ചിന്തിച്ചോളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ പലഹാര പാത്രവുമായിട്ട് വേലക്കാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോ ഞാൻ ആ പാത്രത്തിനൊരു തട്ടങ്ങ് കൊടുത്തു. ആ പാത്രം താഴെ വീണു, അത് പൊട്ടിപ്പോയി, അതിലുള്ള പലഹാരം നിലത്ത് വീണ് ചെതറിപ്പോയി. ആയിഷ ബീവിക്ക് ദേഷ്യം വന്ന പാത്രത്തിന് തട്ടം കൊടുത്ത് താഴെ വീണു, പാത്രം പൊട്ടി, അതിലുള്ള പലഹാരമൊക്കെ നിലത്ത് പോയി. സുബ്ഹാന റബ്ബേ. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇരിക്കുന്നിടത്തുനിന്ന് എണീറ്റു. എന്നിട്ട് നിലത്ത് മുട്ടുകുത്തിയിരുന്നിട്ട് ആ തെറിച്ചു പോയ പലഹാരങ്ങൾ പെറുക്കി കൂട്ടാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ആയിഷ, പാത്രം ഹഫ്സയുടേതാണ്, പകരം വേറെ പാത്രം കൊടുക്കണം ആയിഷ. പാത്രം ഹഫ്സന്റേതാണ്, അത് പൊട്ടിച്ചത് നീയാണ്, പകരം വേറെ പാത്രം കൊടുക്കണം ആയിഷ. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ശബ്ദമുയർത്തിയിട്ട് സംസാരിച്ചില്ല. അവിടുന്ന് എന്നെ ചീത്ത പറഞ്ഞില്ല. അവിടുന്ന് നിലത്തിരുന്നിട്ട് ആ പലഹാരങ്ങൾ ഇങ്ങനെ പെറുക്കാൻ തുടങ്ങി. അപ്പോഴാണ് എന്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നത്, അല്ലാഹുവേ, റസൂലുള്ളാഹിക്ക് പലഹാരം വല്ലാത്ത ഇഷ്ടമാണല്ലോ. മധുര പലഹാരങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഹഫ്സ ബീവി ആ മധുര പലഹാരം കൊടുത്തയച്ചത്. ഞാൻ ചെയ്തത് ശരിയായില്ല റബ്ബേ, ഞാൻ ആ ചെയ്ത പ്രവൃത്തി ശരിയല്ല. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചെന്നു, ഹബീബിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു. ഹബീബിന്റെ കാൽമുട്ടുകളിലേക്ക് തന്റെ മുഖം ചേർത്ത് വെച്ചു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, പുറത്തു തരണേ യാ റസൂലല്ലാഹ്, അവിവേകം പറ്റിപ്പോയതാ നബിയേ, അവിവേകമാണ് ചെയ്തത്, പുറത്തു തരണേ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു അത്രേ, ആയിഷ, ആയിഷ, ചിന്തിക്കേണ്ടത് പ്രവർത്തിക്ക് മുമ്പാണ്. അവിടുന്ന് ഒന്നും ദേഷ്യപ്പെട്ടില്ല. അവിടുന്ന് ആയിഷ ബീവിയെ പിന്നെ ചൂടാവാനോ ദേഷ്യപ്പെടാനോ അടിക്കാനോ ഇടിക്കാനോ ഒന്നും നിന്നില്ല. ആയിഷ ബീവിക്ക് തെറ്റ് മനസ്സിലായി എന്ന് കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം, ചിന്തിച്ചിട്ട് പ്രവർത്തിക്കണം, ചിന്തിച്ചിട്ട് പ്രവർത്തിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അള്ളാഹിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനത്ത് നമ്മളാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പലഹാരം അയലോക്കക്കാരോ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളോ ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കി കൊടുത്താൽ നമ്മളാണെന്ന് അത് തിന്നാൻ കാത്തിരിക്കുക. ആ സമയത്ത് തൊള്ളന്റെ മുൻപിൽ വെച്ചിട്ട് പമ്പർന്നോളത് അങ്ങ് തട്ടിത്തെറിപ്പിച്ചാൽ നമ്മളൊക്കെ അവസ്ഥ എന്താക്കാരല്ലേ? ഒന്നും കാട്ടൂല, ആ സാധുവിനോട് ഒരു വാക്ക് മിണ്ടൂല, മുടിക്കെട്ടിനെ കൊണ്ട് പിടിച്ചും ചുമരിമക്കാണ് ചാരി നിർത്തി മുട്ടുകാലാണ് മടക്കിയിട്ട് അടിവാരിനെ നോക്കിയിട്ട് കൊടുക്കും തൊഴി. 3 ദിവസത്തിന് കിടന്നോളത്തിനോട് എണീക്കൂല, മുട്ടിക്കുളങ്ങര തൈല ഉറപ്പാ. ആയിഷ ബീവി പറയാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ദേഷ്യപ്പെട്ട് ഒരു വാക്ക് പറഞ്ഞില്ല. ആയിഷ ദേഷ്യപ്പെട്ടിട്ട് വിളിച്ചിട്ടില്ല. ആയിഷ ദേഷ്യപ്പെട്ട് വിളിച്ചിട്ടില്ല. മാത്രല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ചില സമയത്ത് റസൂലുള്ളാഹി എന്നെ നുജൂമി എന്ന് വിളിക്കുമായിരുന്നു. നജ്മി അല്ലെങ്കിൽ നുജൂമി, എന്റെ നക്ഷത്രമേ എന്ന് സ്നേഹത്തോടെ വിളിക്കുമായിരുന്നു. മനസ്സിലാവണുണ്ടോ? ഉണ്ടോ? അതിന്റെ അർത്ഥം എന്താ? ഭർത്താക്കന്മാരെ ഭാര്യമാരൊക്കെ സ്നേഹത്തോടെ വിളിക്കാൻ ഒരു ഓമന പേര് വേണം, ഒരു ഓമന പേര് വേണം. അതായത് ആയിഷ ബീവി പറയാം, എന്നെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്ത് ഹബീബ് സ്നേഹത്തോടെ എന്നെ എന്റെ നക്ഷത്രമേ എന്നർത്ഥം വരുന്ന രൂപത്തിൽ വിളിക്കുമായിരുന്നു എന്ന്. നമ്മളും വിളിക്കും, പക്ഷേ അമേരിക്കക്കാരൻ സായിപ്പ് പോലും പറയാൻ മടിക്കുന്ന തെറിയാക്കാരെന്ന് മാത്രം അല്ലേ? ഭാര്യമാരൊക്കെ സ്നേഹത്തോടെ വിളിക്കാൻ അത് ഒരു നമുക്ക് മാത്രമായിട്ടുള്ള ഒരു പേരൊക്കെ വേണം. ഇതെന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം. പണ്ടൊരു ചങ്ങായി പിന്നെ ഉസ്താദിന്റെ വയലൊക്കെ കേട്ടിട്ട് നന്നാവാൻ തീരുമാനിച്ച് ഭാര്യയെ സ്നേഹിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച്
ഓൻ കരുതി ഇനി അങ്ങനെ വിട്ടാൻ പറ്റൂല, ഇന്ന് മുതൽ എന്തായാലും ഞാൻ ഓളെ സ്നേഹിച്ചു കൊല്ലും. ഓൻ തീരുമാനിച്ചുറപ്പിച്ച് അന്ന് മുതൽ ഓൻ സ്നേഹിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വീട്ടിൽ ചെന്ന് അടുക്കളയ്ക്ക് നോക്കുമ്പോൾ പാവം അങ്ങനെ കരിയിലും പുകയിലും ആകെ വീർത്ത് കുളിച്ച്. അപ്പം ഇവൻ അടുക്കളയിൽ ചെന്ന് ഓളടുത്ത് വിളിച്ച് സൈനബ അവിടെ വന്ന എന്താ പൻ്റെ ചേലും കോലും ആകെ ഉണങ്ങി കരിഞ്ഞ് ആകെ പിന്നെ ഉണക്ക മുന്തിരി കോലത്തിലയിക്കണ് എന്നൊക്കെ പറഞ്ഞ് ഓളെ മുഖത്തുള്ള വിയർപ്പൊക്കെ ഒന്നിങ്ങനെ തുടച്ച് ആ മുടിയൊക്കെ ഒന്നിങ്ങനെ മാടി ഒതുക്കി റെഡിയാക്കി കൊടുത്തപ്പോൾ ഈ സാധു കൈ ഇങ്ങനെ ബാക്കിക്ക് പിടിച്ചു തരേ. ഇവളിങ്ങനെ കൈ ഇങ്ങനെ ബാക്കിക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു തരേ, ഇനി ആകെ ഈ ഒരു വളയും കൂടെ ഉള്ളൂ, അത് ഞാൻ തരൂല. ആകെ ഈ ഒരു വളയും കൂടെ ഉള്ളൂ, ഇനി അത് ഞാൻ തരൂല. കാരണം നമ്മളൊക്കെ സാധാരണ സ്നേഹിക്കല് എന്തെങ്കിലും കാര്യം പൈസക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടോളെ കയ്യുമുള്ള മോതിരം കിട്ട് കിട്ടുവോളം ചക്കരെ മുത്തേ പൊന്നെ അത് കിട്ടിക്കഴിഞ്ഞ പൊടി പുറത്ത് ഇതല്ലേ നമ്മളൊക്കെ സ്വഭാവം. അള്ളാഹു കാക്കട്ടെ. അമീൻ പറ. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. ചിന്തിച്ചോളൂ, നല്ലോണം ചിന്തിച്ചോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ചുള്ള ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാനെങ്ങാനും റൊട്ടി ചുടുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാവ് കുഴച്ചു തരുമായിരുന്നു. ഞാൻ റൊട്ടി ചുടുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാവ് കുഴച്ചു തരും. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോയി. ആയിഷ ബീവിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ എടുത്ത് പോകുന്നും വേണ്ട, മദീനത്തെ പള്ളിയിൽ നിന്ന് ഒരു വാതിൽ കടന്നാൽ ആയിഷ ബീവിയുടെ വീടാണ്. മദീന പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫിരിക്കും. വാതിൽ പടിയിലേക്ക് തലവെച്ച് കൊടുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലമുടി ചീകി കൊടുക്കുമായിരുന്നു. ആയിഷ ബീവി പള്ളി പോയിട്ടല്ല, പള്ളിയിൽ നിന്ന് ഒരു വാതിൽ കടന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടായി. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നപ്പോ അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട് അടിച്ചു വൃത്തിയാക്കുന്നത്, വീട് അടിച്ചു വാരുന്നത് ഞാൻ കണ്ടു. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ നേതാവ്. അന്താ തതുലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. സുബ്ഹാനല്ലാഹ്, ആർക്ക് വേണ്ടിയാണോ ലോകം പടച്ചത്, ഓ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭാര്യ താമസിക്കുന്ന വീട് അടിച്ചു വൃത്തിയാക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങള് ആയിഷ ബീവിയെ സ്നേഹിക്കാനും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും അവർ മത്സരിക്കുമായിരുന്നു. വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത സ്നേഹമാണ് അവർക്കിടയിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം എനിക്ക് വല്ലാത്ത തലവേദന വന്നു. വല്ലാത്ത തലവേദന വന്നിട്ട് ഞാൻ കിടന്ന് വല്ലാതെ സങ്കടപ്പെടുകയാണ്, വേദനിക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് കടന്നു വന്നത്. എൻ്റെ ഹബീബിനോട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ വല്ലാതെ തലവേദനിക്കുന്നു, നബിയേ എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു, യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞാൻ ഇരിക്കുന്ന കട്ടിൽ ഇരുന്നു. എൻ്റെ അടുത്തിരുന്നിട്ട് എൻ്റെ തലവേദനിക്കുന്ന ഭാഗത്ത് എൻ്റെ നെറ്റിത്തടങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തടവാൻ തുടങ്ങി. അവിടുന്ന് എന്നെ മന്ത്രിക്കാൻ തുടങ്ങി. അവിടുന്ന് എൻ്റെ നെറ്റിത്തടത്തിലൂടെ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട വിരലുകളെ കൊണ്ട് തടവാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, അള്ളാന്റെ റസൂല് പറയുകയാ,
ആയിഷ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ എങ്ങാനും മരിച്ചാൽ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യും ആയിഷ. നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും ആയിഷ, നിന്നെ ഞാൻ കഫം ചെയ്യും ആയിഷ, നിന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കും ആയിഷ, നിന്നെ ഞാൻ ഖബറടക്കും ആയിഷ. അതേ സ്ഥാനത്ത് ആയിഷ, നിനക്ക് മുമ്പ് ഞാൻ മരിച്ചാൽ നീ എന്ത് ചെയ്യും ആയിഷ? നിനക്ക് മുമ്പ് ഞാൻ മരിച്ചാൽ നീ എന്ത് ചെയ്യും ആയിഷ? ആയിഷ റളിയല്ലാഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണു. എന്നിട്ട് പറയുകയാ, നബിയേ, നാളിന്ന് വരെ ഞാൻ ദുആ ചെയ്തൊരു ദുആയുണ്ട്. അങ്ങന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ ഇതുവരെ ഞാൻ ചെയ്തൊരു ദുആയുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ ജീവിച്ചിരിക്കെ എന്റെ ഹബീബിനെ നീ എന്നിൽ നിന്ന് മരിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, എനിക്ക് മുമ്പേ എന്റെ ഹബീബിനെ നീ മരിപ്പിക്കല്ല അല്ലാ എന്ന് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ദുആ ചെയ്തിട്ടുണ്ട് നബിയേ. സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം ചില്ലറയാണോ? എന്നെ ആദ്യം മരിപ്പിച്ചോ, ഞാൻ ജീവിച്ചിരിക്കെ എന്റെ ഹബീബിനെ മരിപ്പിക്കല്ലേ എന്ന് ഭാര്യ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. വല്ലാത്തൊരു സ്നേഹം ആയിഷ റളിയല്ലാഹു അൻഹ. ഈ ലോകത്തിന് മുമ്പിൽ അത്ഭുതമായ ചില സന്ദർഭങ്ങളുണ്ട്. ചില ഘട്ടങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായത്തിനനുസരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ കാരണത്താൽ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ആയത്തിറങ്ങിയിട്ടുണ്ട്. ലോകത്ത് അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. തയമ്മും നിയമമായത് എങ്ങനെയാണ്? തയമ്മുണ്ടല്ലോ, വെള്ളം കിട്ടിയില്ലെങ്കിൽ ഉളു എടുക്കാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ പകരം തയമ്മും ചെയ്യേണ്ട നിയമം വന്നത് ആയിഷ റളിയല്ലാഹു അൻഹ കാരണത്താലാണ്. ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എല്ലാവരും കൂടി ഒരു യാത്ര പോയി. യാത്ര ഇങ്ങനെ പോയി കുറച്ച് ദൂരത്തിയപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, അള്ളാഹിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ മാല കാണാനില്ല. നിന്റെ കഴുത്തിലൊരു മാല ഉണ്ടായിരുന്നു, ആ മാല കാണാനില്ല. അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ആയിഷ ഒരു മാലല്ലേ, അത് പോട്ടെ. ആയിഷ ബീവി പറഞ്ഞു, ആ മാല കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോരൂല, മാല കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോരില്ല. കുറച്ചൊരു പ്രായത്തിന്റെ ആ ഒരു ചെറിയൊരു വാശിയൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചില വിഷയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് ചെയ്തിട്ട് ആയിഷ ബീവിക്ക് വാശി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കും വാശി ഉണ്ടെന്നാണ്. പെണ്ണുങ്ങളെ പുരക്കെ പോയിട്ട് വാശി ഉണ്ടാക്കാൻ നിൽക്കണ്ട, പുരയിൽ പോയിരിക്കേണ്ടി വരും എന്ന് വേറെ കാര്യം. ആയിഷ ബീവി പറഞ്ഞു, മാല ഇട്ടാതെ ഞാൻ പോരൂല. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, എല്ലാവരും മാല അന്വേഷിച്ചു നോക്കി. സ്വഹാബത്ത് 4 പാടും അന്വേഷിച്ചു. മണലല്ലേ, മരുഭൂമിയല്ലേ, എവിടെ പോയി എന്ന് കണ്ട ഒരു മാല പോയിട്ടൊരു മുത്ത് പോലും കിട്ടിയില്ല. എല്ലായിടത്തും അന്വേഷിച്ചു. പക്ഷെ അന്വേഷിച്ച് സുബഹിന്റെ സമയമായി, സുബഹി നിസ്കരിക്കാൻ സമയമായി. ഒരൊറ്റ മനുഷ്യൻ്റെ അടുത്ത് വുളു എടുക്കാൻ വെള്ളമുള്ള സൗകര്യമുള്ള സ്ഥലത്തുമല്ല, വെള്ളത്തിന് സൗകര്യമുള്ള സ്ഥലത്തും അല്ല നിൽക്കുന്നത്. ആകെ കുടുങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങ് ചെന്നു, കയ്യും വീശിയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് മകളോട് പറഞ്ഞു, നീ കാരണത്താലാണ് ഇതൊക്കെ സംഭവിച്ചത്, നീ ഒരു വല്ലാത്തൊരു സാധനം തന്നെ എന്ന് പറഞ്ഞിട്ട് മകളെ തല്ലാനോങ്ങി സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങളെ കയ്യുമ പിടിച്ച്, അമ്മോഷാഖന്റെ കയ്യുമ പിടിച്ച്. സാധാരണ മരുവൻ തല്ലുമ്പോൾ അമ്മോഷാഖ മരുവന്റെ കയ്യിനെ പിടിക്കരുത്, അങ്ങനല്ല. അമ്മോഷാഖ തല്ലുമ്പോൾ മരുവൻ അമ്മോഷാഖന്റെ കയ്യുമ പിടിച്ചിട്ട് തല്ലൊന്നും വേണ്ട, തല്ലല്ലേ, ആയിഷാൻ ആക്ഷേപിക്കല്ലേ. പക്ഷേ കുറച്ച് സമയമായപ്പോൾ നസലൽ അമീൻ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നു, നബിയേ, പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതി കൊടുക്കുകയാ. അല്ലാഹുവിന്റെ ആയത്ത് ഇറങ്ങിയിരിക്കുന്നു. നിങ്ങൾ രോഗികളാവുകയോ വുളു എടുക്കാൻ നിങ്ങൾക്ക് വെള്ളം കിട്ടാതെ വരികയോ ചെയ്താൽ ഫതയമ്മൂ
നിങ്ങൾ തയമ്മും ചെയ്തോളൂ. തയമ്മും എന്ന വല്ലാത്തൊരു ഓഫർ അവിടെ അങ്ങോട്ട് കിട്ടി, വലിയൊരു ഓഫർ. തയമ്മും ചെയ്താൽ മതി എന്നുള്ള നിയമം അവിടെ അങ്ങോട്ട് വന്നു, പാസ്സായി. ആ നിയമം അങ്ങോട്ട് പാസ്സായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു മകളെടുത്ത് എന്നിട്ട് പറഞ്ഞു, വല്ലാത്ത അത്ഭുതം തന്നെയാട്ടോ. തല്ലാൻ ചെന്ന വാപ്പ മകളെടുത്ത് എന്നിട്ട് പറഞ്ഞു, തയമ്മും നിയമമായപ്പോ പറഞ്ഞു, നീ വല്ലാത്ത അത്ഭുതം തന്നെയാണ്. ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ പെണ്ണുങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ചില്ലറ വിഷയമാണോ? ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഖുർആനിൽ ആയത്തങ്ങോട്ട് ഇറങ്ങുക, ഒരു പെണ്ണിന്റെ തീരുമാനത്തിൽ. അതിന്റെ അർത്ഥം എന്താ? ആ പെണ്ണിനെ അള്ളാഹ് എത്രത്തോളം സ്നേഹിച്ചു, അള്ളാഹു എത്രത്തോളം സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവല്ലേ. അള്ളാഹു നമ്മൾ എത്ര കാലായി പടച്ചവനോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് എന്താ റബ്ബ് കബൂലാക്കാത്ത? എന്തോരം കാര്യങ്ങൾ ചോദിക്കുന്നു, എന്താ പടച്ചവൻ സ്വീകരിക്കാത്ത? നമ്മളെ ഖൽബ് അത്രക്ക് പോയി, ഖൽബ് പോയി. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ആയിഷ റളിയല്ലാഹുവിനെ അല്ലാഹു സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാ ആ സാഹചര്യത്തിൽ വെച്ചിട്ട് അല്ലാഹു പുതിയ നിയമം കൊണ്ടുവന്നു, പുതിയ നിയമം അവിടെ പാസാക്കി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ലോകം മുഴുവനും ആയിഷ റളിയല്ലാഹു അൻഹയെ ആക്ഷേപിച്ചൊരു ഘട്ടമുണ്ടായിരുന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. എന്തേ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത? അല്ലാഹുവേ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചില പ്രവൃത്തികൾ എന്നെ വേദനിപ്പിച്ചത്. ഒറ്റ സന്ദർഭത്തിൽ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചില പ്രവൃത്തികൾ എന്നെ വേദനിപ്പിച്ചത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഏതാ സന്ദർഭം എന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ മുആവിയന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നുള്ളൊരു വാർത്ത ഉണ്ടായി. സുബ്ഹാനല്ലാഹ്. യുദ്ധം യുദ്ധത്തിന് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഭാര്യയെ റസൂലുള്ളാഹി കൂടെ കൂട്ടും. നറുക്കിട്ടിട്ടാണ് തീരുമാനിക്കുക. നറുക്കിടും, 9 നറുക്ക് എഴുതിയിട്ട് ആരെ കൂടെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുക. നറുക്കിട്ടിട്ട് തീരുമാനിക്കും. അന്നത്തെ നറുക്ക് കിട്ടിയത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കാണ്. യാത്ര പുറപ്പെട്ടു, യുദ്ധത്തിൽ പോയി. യുദ്ധമൊക്കെ വളരെ ഗംഭീരമായ വിജയം നടത്തിയിട്ട് പോന്നു. വളരെ ഗംഭീര വിജയം നടത്തി പോന്നു. വിജയമൊക്കെ കഴിഞ്ഞ് ആഘോഷിച്ച് തിരിച്ചു വരുമ്പോ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. രാത്രി ഉറക്കം മാറ്റാൻ വേണ്ടി വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചക പത്നിയല്ലേ, ഒട്ടക കട്ടിലിൽ തന്നെയാണ് വിശ്രമിച്ചത്, പുറത്തിറങ്ങിയില്ല. എല്ലാരും അവിടെ ഇവിടെയും പോയിട്ട് ഉറക്കായി. എല്ലാരും ഉറങ്ങി എന്ന് കണ്ടപ്പോൾ ആയിഷ ബീവി പതുക്കെ എണീറ്റു. വിസർജ്യ ആവശ്യത്തിന് വേണ്ടി പുറത്തുപോയി. കുറച്ച് ദൂരം നടന്നു പോയി. ലജ്ജ കൂടുതലാണല്ലോ. ലജ്ജ ഉള്ളത് കൊണ്ട് പരിസരത്തൊന്നും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്ഥലം കണ്ടെത്തിയില്ല. കുറച്ച് ദൂരം നടന്നു പോയി. കുറച്ച് അപ്പുറത്താണ് ഇരിക്കാൻ സീറ്റ് കണ്ടത്, വിസർജ്യത്തിന് പറ്റിയ സ്ഥലം കണ്ടത്. കർമ്മം കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോ കഴുത്ത് കിടക്കണ മാല കാണല്ല. കഴുത്ത് കിടക്കുന്നൊരു മാല കാണല്ല. ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു വീണ്ടും പോയി. മരുഭൂമി കൂടെ ഇങ്ങനെ നടന്ന കാൽപാദം നോക്കി മാല തെരഞ്ഞ് മുപ്പത്തിരി കുറേ ദൂരം അങ്ങോട്ട് പോയി. കുറെ തെരഞ്ഞപ്പോ മാല കിട്ടി. തിരിച്ചു വന്ന് നോക്കുമ്പോ സംഗതി പാടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും യാത്ര പുറപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യാത്ര പുറപ്പെട്ടു പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിശ്രമിക്കുന്ന ഒട്ടകക്കട്ടിലെടുത്തിട്ട് ഒട്ടകപ്പുറത്ത് സ്വഹാബത്ത് വെച്ചു. പക്ഷേ ആയിഷ ബീവിന്റെ പ്രായം 14. തീരെ തടിയില്ലാത്ത വളരെ മെലിഞ്ഞ പ്രകൃതമാണ്. വണ്ണം തീരെയില്ല, ഭാരവും തീരെയില്ല. അതുകൊണ്ട് തന്നെ ഒട്ടകക്കട്ടിലെടുത്ത് കയറ്റി വെക്കുമ്പോൾ സ്വഹാബത്തിന് ആയിഷ റളിയല്ലാഹു അൻഹ അതിന്റെ ഉള്ളിൽ ഇല്ല എന്ന സംഗതി തിരിഞ്ഞില്ല. മനസ്സിലാവണില്ലേ? ആയിഷ ബീവിക്ക് തീരെ കനല്ല. അപ്പൊ സ്വഹാബത്ത് ഒട്ടക കട്ടിലെടുത്തും കണ്ട് ഒട്ടക പുറത്ത് വെക്കുമ്പോ കരുതി തീരെ തടിയില്ലാത്ത അല്ലേ, അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കരുതി. നോക്കാൻ പറ്റൂലല്ലോ, റസൂലുള്ളാഹിന്റെ ഭാര്യയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കാൻ പറ്റൂലല്ലോ. അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കരുതിയത്. യാത്ര പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്ത് യാത്ര പുറപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു വന്ന് മാലയൊക്കെ കിട്ടിയ സന്തോഷത്തിൽ തിരിച്ചു വന്ന് നോക്കുമ്പോ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും കാണാനല്ല, ഓര് പോയി.
ആയിഷാ ബീവിക്ക് മനസ്സിലായി, പടച്ചവനെ ഈ വിജനമായ മരുഭൂമിയിൽ എവിടേക്ക് പുറപ്പെട്ടാലും യാത്ര ദുഷ്കരമാണ്, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാം, എന്നെ കാണാതെയാകുമ്പോൾ അവർ അന്വേഷിച്ചു വരുമല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ വിശ്രമത്തിനിരുന്നു, അവിടെ അങ്ങ് ഉറങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്ര പോകുമ്പോൾ സംഘത്തിന്റെ ഏറ്റവും മുമ്പിൽ ഒരാളെ പറഞ്ഞയക്കും, ഏറ്റവും പിന്നിൽ ഒരാളെയും പറഞ്ഞയക്കും. ഒരു യാത്ര സംഘം പോകും, മുന്നിൽ ഒരാളെ പറഞ്ഞയക്കും, വഴിയിൽ വല്ല തടസ്സങ്ങളോ ശത്രുക്കളോ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും പിന്നിൽ ഒരാളെ പറഞ്ഞയക്കും, ഒരാളോട് വരാൻ പറയും. ഏറ്റവും ബാക്കിൽ വഴിയിൽ വല്ലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അന്ന് നിയോഗിക്കപ്പെട്ടത് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയാണ്. സുബ്ഹാനല്ലാഹ്. മുആവിയ റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോഴാണ് മരത്തണലിൽ കിടന്നുറങ്ങുന്നു. പടച്ചവനെ, ഇത് റസൂലുള്ളാഹിന്റെ ഭാര്യയാവാനാണ് സാധ്യത. ആയിഷ റളിയല്ലാഹു അൻഹ മുആവിയ തങ്ങൾ മുമ്പ് കണ്ടിട്ടില്ല, പക്ഷേ ഏകദേശം ഒരു രൂപധാരണ വെച്ചിട്ട് ചിന്തിച്ചു, ഇത് റസൂലുള്ളാഹിന്റെ ഭാര്യയാകുമല്ലോ, ഇത് ആയിഷ റളിയല്ലാഹു അൻഹയാകുമല്ലോ. യാ അല്ലാഹ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ ശബ്ദം കേട്ട ആയിഷ ബീവി എണീറ്റു. ഒരു വർത്തമാനവും പരസ്പരമില്ല, ഒന്നും സംസാരിക്കുന്നില്ല. ഒട്ടകക്കട്ടിലിൽ ആയിഷ റളിയല്ലാഹു അൻഹ കയറി ഒട്ടകക്കട്ടിലിന്റെ വിരിനീക്കിടപ്പെട്ടു. ഒട്ടകത്തിന്റെ കയറും പിടിച്ചിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു നടന്നു. ഒരു രാവും ഒരു പകലും മരുഭൂമിയിലൂടെ ഒരു വാക്ക് സഞ്ചരിക്കുന്നില്ല. മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയാ, ഒട്ടകക്കട്ടിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുമായിരുന്നില്ല, കാരണം അതിനുള്ളിൽ ഒരാളുണ്ടെന്ന് അറിയുമായിരുന്നില്ല. അത്രത്തോളം അടക്കത്തോടെയാണ് ആയിഷ ബീവിയുടെ ശ്വാസഗതി പോലും പുറത്ത് കേൾക്കുമായിരുന്നില്ല. അത്രത്തോളം ശാന്തമായിട്ടാണ്, അടക്കത്തോടെ സക്കീനത്തോടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇരിക്കുന്നത്. ഒട്ടകത്തിന്റെ കയറും പിടിച്ചിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു നടന്നു. ആയിഷ ബി ഒട്ടകത്തിൽ ഇരുന്നു. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ചില മുനാഫിഖീങ്ങളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെ പോലെയുള്ള മുനാഫിഖീങ്ങൾ കൂട്ടത്തിൽ കയറി കൂടിയിട്ടുണ്ട്. പുറത്ത് മുസ്ലിമാണ്, അകത്ത് ആള് പോക്ക. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ ആണെങ്കിൽ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനങ്ങൾക്കിടയിൽ മാനം കെടുത്താൻ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. എന്തെങ്കിലും അവസരത്തിന് കാത്തിക്കായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മദീനയിലെത്തി. ഒട്ടകക്കട്ടിലെടുത്ത് പുറത്ത് വെച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ സ്ഥലമെത്തി, ഇറങ്ങി വരൂ. എവിടെ? ഇറങ്ങി വന്നില്ല, ഒരൊച്ചയും ബഹളമില്ല. മുത്തായ തങ്ങളെ വിരി മാറ്റി നോക്കുമ്പോ ആയിഷാനെ കാണാല്ല. പടച്ചോനെ, അലിയാരെ വിളിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അലിയേ, ഒട്ടകക്കട്ടിലിൽ ആയിഷയില്ല. സുബ്ഹാനല്ലാഹ്, ഒട്ടകക്കട്ടിൽ ആയിഷല്ല. വാർത്ത കാട്ടുതീ പോലെ പരന്നു. ആയിഷ ബീവിയെ കാണാനില്ല, ആയിഷ ബീവിയെ കാണാനില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ കാതിലും ഈ വിവരമെത്തി. അവൻ ഉടനെ പറഞ്ഞു, മുആവിയയും കാണാനില്ല. മുആവിയയും ആയിഷയും ഒളിച്ചോടിപ്പോയി. 14 വയസ്സുള്ള ആയിഷ, 26കാരനായ മുആവിയ, രണ്ടുപേര് ഒത്ത കളിയായിരുന്നു. രണ്ടുപേര് ഒളിച്ചോടിപ്പോയി. മദീന മുഴുവനും വാർത്ത പരന്നു. കേട്ടവർ അന്തം വിട്ടുപോയി. മദീന മുഴുവനും ചർച്ച അതാണ്. മദീനയിൽ മൊത്തം വാർത്ത, അല്ലാ, ആയിഷയും മുആവിയ ഒളിച്ചോടിപ്പോയി, ആയിഷയും മുആവിയ ഒളിച്ചോടിപ്പോയി. എല്ലാവർക്കും ആയിഷ ബീവിയുടെ ഉറ്റ കൂട്ടുകാരികൾ വരെ ആയിഷ ബീവിയെ തെറ്റിദ്ധരിച്ചു പോയി. അവര് വരെ ചിന്തിച്ചു, അല്ല,
അല്ല ആയിഷ പണി പറ്റിച്ചുട്ടോ? ചിന്തിക്കാനും സാധ്യതയുണ്ട്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രായം എത്രയാണ്? അവിടുത്തെ പ്രായം 50 കഴിഞ്ഞല്ലോ. ആയിഷ ബീവി 14 അതുകൊണ്ട് പോവാൻ സാധ്യതയുണ്ടെന്ന് അവരും ചിന്തിച്ചു. സുബ്ഹാനല്ലാഹ്, ഇതൊന്നും ആയിഷ ബീവിയും മുആവിയ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. രണ്ടാളിതൊന്നും അറിഞ്ഞിട്ടില്ല. മദീനയിലെത്തി റസൂലുള്ളാഹിന്റെ വീടിന്റെ മുമ്പിൽ ഒട്ടകം മുട്ടുകുത്തി. മുആവിയ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് നീങ്ങിപ്പോയി. ആയിഷ ബീവി ഒട്ടകക്കട്ടിൽ നിന്ന് ഇറങ്ങി വീടിന്റെ അകത്തേക്ക് പോയി. സുബ്ഹാന റബ്ബേ, അന്ന് മുതൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ജ്വരം ബാധിച്ചു. വല്ലാത്തൊരു പനി അറിഞ്ഞാല് വിറച്ച് പനിക്കുന്ന പനി. ആയിഷ ബീവി വീട്ടിൽ പുറത്തിറങ്ങുന്നില്ല. പുറത്ത് നടക്കുന്ന ഒരു വാർത്തയും ആയിഷ ബീവി അറിഞ്ഞിട്ടില്ല. ഇവിടുന്ന് തുടങ്ങിയ ബക്കറ്റ് പിരിവ് വരുന്നുണ്ട്. കഴിവിന്റെ പരമാവധി എല്ലാവരും സഹായിക്കണം. നമ്മുടെ പ്രവർത്തകർക്ക് ഇതിന്റെ ചെലവ് കഴിഞ്ഞ് ബാക്കി വല്ലതും ഇതിന് മെച്ചം കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും മെച്ചം കിട്ടിയാൽ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട രോഗികളെയൊക്കെ സഹായിക്കാനുള്ളൊരു നിയ്യത്താണ് പ്രവർത്തകരെ മനസ്സിലുള്ളത്. അതുകൊണ്ട് സഹോദരിമാർ ഈ പരിശുദ്ധമായ സംരംഭത്തിൽ കഴിവിന്റെ പരമാവധി സഹായ സഹകരണങ്ങൾ ചെയ്യണം. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ചിന്തിക്കണേ, ആലോചിക്കണേ, നല്ലോണം മനസ്സിലാക്കിക്കോളൂ, കേട്ടോളൂ. ഇതൊന്നും ആയിഷ ബീവി അറിയണില്ല. പുറത്ത് നടക്കണ വാർത്ത ഒന്നും അറിയുന്നില്ല. മൂപ്പത്തിരി പനിച്ച് വിറച്ച് പോരന്റെ ഉള്ളിൽ കിടക്കുക. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരും, റൂമിന്റെ വാതിൽക്ക് നിൽക്കും. എന്നിട്ട് ചോദിക്കും, ആയിഷ സുഖമുണ്ടോ? ആയിഷ ബീവി പറയും, അൽഹംദുലില്ലാഹ്, വേറൊന്നുമില്ല. സാധാരണ ഒരു രോഗിയായി കഴിഞ്ഞാൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അടുത്തുനിന്ന് എണീക്കാറില്ല. ഹബീബായ തങ്ങൾ എപ്പോഴും പരിപാലിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് കൂടെ തന്നെ നിൽക്കുന്നതാണ്. അവിടുന്ന് ഒരിക്കലും തന്നെ എന്നെ വിട്ട് പോവാറില്ലല്ലോ. ഇന്ന് ഇത്ര വലിയ രോഗമായിട്ടെന്തേ റസൂലുള്ളാഹി അടുക്കലേക്ക് വരാത്തത്? റൂമിന്റെ പുറത്ത് നിന്നുകൊണ്ട് ആയിഷ സുഖമായോ ആയിഷ എന്ന് ചോദിക്കലല്ലാതെ ഹബീബിന്റെ മുഖമൊന്ന് കാണുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിക്കുന്നില്ലല്ലോ, തന്റെ അടുത്ത് വന്നിരിക്കുന്നില്ലല്ലോ, തൊട്ട് തലോടുന്നില്ലല്ലോ. ആയിഷ ബീവിയുടെ മനസ്സിൽ എന്തോ ഒരു സംശയം വന്നത് മുതൽ ശ്രദ്ധിക്കാണ്. റസൂലുള്ളാഹിക്ക് പഴയ സ്നേഹമില്ല, പഴയ അടുപ്പമില്ല. എന്ത് പറ്റി? ആയിഷ വല്ലാത്ത വിഷമത്തിലായി. യാ അല്ലാഹ്, അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ പരിപാലിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ വല്ലാതെ തന്റെ മകനെ ശപിക്കുന്നത് കേട്ടു. ആയിഷ ബീവിനെ പരിപാലിക്കാൻ വരുന്നൊരു സ്ത്രീയുണ്ട്. അവര് സ്വന്തം മകനെ ഇങ്ങനെ ശപിക്കുന്നത് ആയിഷ ബീവി കേട്ടു. ആയിഷ ബീവി ചോദിച്ചു, നിങ്ങളെ മകൻ ബദറിൽ പങ്കെടുത്ത ആളല്ലേ, എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ബദരീങ്ങൾ അങ്ങനെ ശപിക്കാൻ പറ്റുമോ? അപ്പൊ ആ ഉമ്മ പറഞ്ഞു, ആയിഷ, നിങ്ങളെ കുറിച്ച് എന്തെല്ലാമാണ് എന്റെ മകൻ പറയുന്നതെന്ന് നിങ്ങൾക്കറിയോ? ആയിഷ ബീവി ചോദിച്ചു, ഇന്നെ കുറിച്ചോ? അപ്പോഴാണ് ആ ഉമ്മ പുറത്ത് നടക്കുന്ന മുഴുവൻ സംഗതികളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നത്. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ, ഇങ്ങനെ ഒരു സംഗതി പുറത്ത് നടക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു വാർത്ത വ്യാപകമായിട്ടുണ്ട്, നാട് മുഴുവനും തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, എല്ലാരെ മുമ്പിലും അന്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയ പെണ്ണാണ് താനെന്ന് ആ ഒരു ചിന്തയും വിശ്വാസം വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ആദ്യമായി ആയിഷ റളിയല്ലാഹു അൻഹ വല്ലാതെ കരഞ്ഞു പോയി, വല്ലാതെ സങ്കടപ്പെട്ടു പോയി. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും വല്ലാതെ വിശ്വസിച്ചു പോയല്ലോ.
അള്ളാന്റെ റസൂൽ സത്യത്തിൽ വിശ്വസിച്ചിട്ടില്ല. ആയിഷ ബീവിയെ കുറിച്ച് റസൂലുള്ളാഹി വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ആളുകൾ മൊത്തം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സൊന്ന് വേദനിച്ചു. അതുകൊണ്ട് ചെറിയൊരു അകൽച്ച റസൂലുള്ള കാണിച്ചു, ഒന്ന് അകലം പാലിച്ചു. അല്ലാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടില്ല, ഒന്ന് അകൽച്ച പാലിച്ചു എന്ന് മാത്രം. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാ, വല്ലാതെ സങ്കടപ്പെടുകയാ. അല്ലാഹുവേ, എത്ര ദിവസമായി റസൂലുള്ളാഹി എന്റെ അടുക്കലേക്ക് വന്നിട്ട് അവിടുത്തെ മുഖമൊന്ന് കണ്ടിട്ട് എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് എത്ര ദിവസമായി. ആയിഷ റളിയല്ലാഹു അൻഹ തീരുമാനിച്ചു, ഇനി റസൂലുള്ളാഹിന്റെ പിണക്കം തീരുന്നത് വരെ, ഇനി എന്റെ വിഷയത്തിൽ അള്ളാന്റെ റസൂലിന് എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുന്നത് വരെ ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുകയില്ല. അന്നും പതിവനുസരിച്ച് റസൂലുള്ളാഹി വന്നു. എന്നിട്ട് ചോദിച്ചു, ആയിഷ സുഖമാണോ? ആയിഷ ബീവി ചോദിച്ചു, നബിയേ, എന്നെ കുറിച്ച് കേട്ടതങ്ങ് വിശ്വസിക്കുന്നവോ? റസൂൽ ഒന്നും പറഞ്ഞില്ല, മൗനം പാലിച്ചു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, എന്നെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കൂ നബിയേ. ഇനി എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുന്നത് വരെ ഞാൻ അങ്ങയുടെ കൂടെ താമസിക്കുകയില്ല. എന്നെ എന്റെ വീട്ടിലേക്ക് പോവാൻ അനുവദിക്കൂ നബിയേ. അള്ളാന്റെ റസൂൽ അനുവാദം കൊടുത്തു. ആയിഷ ബീവി വീട്ടിലേക്ക് മടങ്ങി. സുബ്ഹാനല്ലാഹ്, മകളെ കണ്ട ഉമ്മയും ബാപ്പയും കൽബ് പൊട്ടിപ്പോയി. കല്യാണം കഴിച്ച് പറഞ്ഞയച്ച മകള് തെറ്റിദ്ധരിക്കപ്പെട്ട് വീട്ടിൽ വന്നിരിക്കുന്ന ഒരവസ്ഥ. അല്ലാഹുവേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ആനന്ദമില്ല, ആഹ്ലാദമില്ല, വല്ലാത്ത കണ്ണുനീരാ. ഒരു ഭാഗത്ത് ഉമ്മ തളർന്ന് കരഞ്ഞ് തളർന്നു പോയി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ രോഗം മൂർച്ഛിച്ചു. ശിഫയാവാൻ പോയിരുന്ന രോഗം കൂടുതലായി. എണീറ്റ് നിൽക്കാൻ പോലും പറ്റാതെയായി. ആയിഷ ബീവിയുള്ള അബൂബക്കർ തങ്ങളെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഉപ്പാ, അല്ലാഹുവിന്റെ റസൂലിനോട് പോയി ഒന്ന് സംസാരിക്കുപ്പാ. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഇല്ല മോളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയി ഇത് ഈ വിഷയം പറയാൻ എനിക്ക് കഴിയില്ല. ആയിഷ ബീവി ചോദിച്ചു, ബാപ്പാ, നിങ്ങളും എന്നെ തെറ്റിദ്ധരിക്കുകയാണോ? ഞാൻ അത്തരക്കാരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ബാപ്പാ? അബൂബക്കർ തങ്ങൾ പറഞ്ഞു, വല്ലാഹി വല്ലാഹ്, എന്റെ മോൾ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ആയിഷ, ലോകം മുഴുവൻ നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ പോയി വകാലത്ത് പറയാൻ എനിക്ക് കഴിയില്ല ആയിഷ. അല്ലാഹുവേ, ആയിഷ റളിയല്ലാഹു അൻഹ വല്ലാതെ തളർന്നു പോയി. അന്ന് സുബ്ഹി നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിലിരുന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ വല്ലാതെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. റഹ്മാൻ റഹീമായ നാഥാ, എന്റെ ഭാഗത്തൊരു തെറ്റുമില്ലല്ലോ, അതുപോലെ മുആവിയയും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങളെ രണ്ട് പേരെയും അറിയുന്ന റബ്ബേ, എന്റെ നിരപരാധിത്വം എന്റെ റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെടുത്തണേ അല്ലാഹ്, ബോധ്യപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്ന് അലി റളിയല്ലാഹു അൻഹുവിനെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊരു സ്വഹാബിയെയും കൂട്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. ആയിഷ ബീവി അപ്പുറത്തെ റൂമിൽ കിടക്കുന്നുണ്ട്. ഈ വിവരം അലി റളിയല്ലാഹു അൻഹു ഒന്ന് മറന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ മൂന്നാളെ ഇങ്ങനെ വിളിച്ചിട്ട്, അല്ല ആയിഷാന്റെ കാര്യത്തിൽ ഇപ്പൊ എന്താ നമ്മൾ തീരുമാനിക്കുക എന്നിങ്ങനെ ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ടെങ്കിൽ ഒഴിവാക്കി നബിയെ, ലോകത്ത് വേറെ പെണ്ണുങ്ങളില്ലേ? വേണ്ടെങ്കിൽ കണ്ടോ ഒഴിവാക്കിക്കളി, ലോകത്ത് വേറെ പെണ്ണുങ്ങളില്ലേ? ഇത് അപ്പുറത്തെ റൂമിൽ കിടന്നിട്ട് ആര് കേൾക്കുന്നുണ്ടായിന്ന്?
ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കുന്നുണ്ടായിരുന്നു. പടച്ചോനെ, അള്ളാഹിന്റെ റസൂലിനോട് ഇന്നെ ഒഴിവാക്കാനാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ആ ഒരു ദേഷ്യം ആയിഷ ബീവിക്ക് വഫാത്താകുന്നത് വരെ അലിയാരോടുണ്ടായിരുന്നു. വഫാത്താകുന്നത് വരെ ആയിഷ ബീവി ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, ഇത്രക്ക് ക്രൂരമായിട്ട് പറയാ അലി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ വഫാത്തിനെ കുറിച്ച് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസില് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈയിട്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിക്ക് പോണത്. പക്ഷെ ആയിഷ ബീവിയുടെ പറയുന്നത് അറിയോ, ഒന്ന് ഇബ്നു അബ്ബാസ് ആണ്, ഒന്ന് വേറൊരാളാണ്. ആ വേറൊരാളാല അലി റളിയല്ലാഹു അൻഹു ആണ്. പക്ഷെ ഈ ഒരു ഇത് ആയിഷ ബീവിയുടെ മനസ്സിലുണ്ടായിരുന്നു. അലി അള്ളാഹു പറഞ്ഞു, പറ്റുലിനെ ഒഴിവാക്കി നബി, വേറെ പെണ്ണില്ല ലോകത്ത്, ആയിഷ മാത്രമുള്ള പെണ്ണ് എന്ന് അലി അള്ളാഹു പറഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, നീ നിരപരാധിയാണെങ്കിൽ അതിന്റെ തീരുമാനം അല്ലാഹു പറയും. അതല്ല, വല്ല തെറ്റും നിന്നിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവോട് പൊറുക്കലിനെ തേടിക്കോ ആയിഷ. അല്ലാഹു ഗഫൂറുർ റഹീമാണ്. കൂടങ്ങട്ട് കേട്ടപ്പോ ആയിഷ ബീവി ആകെ തളർന്നു പോയി. അള്ളാന്റെ റസൂലും പറഞ്ഞതെന്താ, ആയിഷ, വല്ല തെറ്റും നിന്റെ അടുത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, എന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നല്ലേ റസൂലുള്ള പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ വല്ലാതെ തളർന്നു പോയി. രോഗം കൂടുതലായി, വീട്ടുകാര് ബേജാറായി, വെപ്രാളപ്പെട്ടു. പക്ഷേ ആ സമയത്ത് റസൂലുള്ളാഹി വല്ലാതെ വിയർക്കുന്നു, നെറ്റിത്തടം വിയർക്കുകയാ. ഹബീബായ തങ്ങൾ നിലത്തിരുന്ന് പോയി. നസലൽ അമീൻ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നു, നബിയേ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം വന്നു നബിയേ. ആയിഷ നിരപരാധിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ പോലെയുള്ള മുനാഫിഖീങ്ങളാണ് നബിയേ, മുനാഫിഖീങ്ങളാണ് വാർത്ത പടച്ചു വിട്ടത്. ആയിഷ നിരപരാധിയാണ്. ആയിഷ ബീവിന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ഖുർആനിലെ ആയത്തിറങ്ങി. ലോകത്തൊരു പെണ്ണിനും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. തന്റെ വിഷയത്തിൽ ഖുർആനിന്റെ ആയത്ത് തീരുമാനം ഇറങ്ങിയ ഒരു പെണ്ണ് ലോകത്തില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാതെ. ഈ സമയത്ത് റസൂലുള്ളാഹിന്റെ ചില പെരുമാറ്റം എന്നെ വേദനിപ്പിച്ചിരുന്നു എന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്. അല്ലാതെ ഒരു ഘട്ടത്തിലും മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് എന്നെ വേദനിപ്പിച്ചിട്ടില്ല, എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല. ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ. സുബ്ഹാനല്ലാഹ്. ആലോചിക്കണേ, വല്ലാത്തൊരു ജീവിതം, വല്ലാത്തൊരു ജീവിതം. ആയിഷ ബീവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീന പള്ളിയിൽ എണീറ്റ് നിന്നിട്ട് സ്വഹാബത്തിന് ക്ലാസ് എടുക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പള്ളിന്റെ വാതിൽക്ക് അങ്ങനെ വന്നിരിക്കും. എന്നിട്ട് അതൊക്കെ അങ്ങനെ കേൾക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുത്തായ തങ്ങള് ക്ലാസ് എടുക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കും. അത് മുഴുവനും അപ്പടി കാണാപ്പാഠം പഠിക്കും. എന്നിട്ട് രാത്രി റസൂലുള്ളാഹി വീട്ടിൽ വന്നാൽ ഓരോ വിഷയത്തിലും സംശയ നിവാരണം നടത്തുമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിത വനിതയായി മാറി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ. ഏറ്റവും വലിയ പണ്ഡിതയായിട്ട് മാറി ആയിഷ ബീവി. വല്ലാത്ത ജീവിതം അത്ഭുതപ്പെടുത്തിയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ. ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് അങ്ങനത്തെ ഒരു മദ്ഹ് പറയാ ലോകത്തൊരു ഭാര്യയും പറഞ്ഞിട്ടുണ്ടാവില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാനിങ്ങനെ വീട്ടിൽ വെച്ചിട്ട് വസ്ത്രം തുന്നുകയാണ്. വസ്ത്രം തുന്നുന്ന സമയത്ത് സൂചി കോർക്കാൻ വേണ്ടിയിട്ട് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഭാര്യ ഭർത്താവിന്റെ മദ്ഹ് പറയാ, കേട്ടോളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനിങ്ങനെ വസ്ത്രം തുന്നാൻ വേണ്ടി സൂചി ഇങ്ങനെ കോർക്കുക. അപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ വിളക്കിന്റെ ലൈറ്റത്തും എനിക്ക് എന്താവുന്നില്ല, സൂചി കോർക്കാൻ പറ്റണില്ല.
ആ സമയത്ത് സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് കയറി വന്നു. എന്റെ വീട് മുഴുവനും 14 രാവിന്റെ പ്രഭ പരന്നു. ഞാനാ വിളക്ക് ഊതിക്കെടുത്തി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ എന്തിനാ വിളക്കൂതിയത്? ആയിഷ എന്തിനാ വിളക്കൂതിയത്? അപ്പൊ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുമ്പിൽ സൂര്യനും നാണിക്കുമല്ലോ നബിയേ. അങ്ങയുടെ മുമ്പിൽ സൂര്യനും നാണിക്കുമല്ലോ നബിയേ. കാരണം സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമല്ലയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കൂ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തി. ആയിഷ ബീബി പറയുന്നുണ്ട്, ഒരിക്കൽ ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരുമിച്ച് കിടന്നുറങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ തപ്പി നോക്കി, റസൂലുള്ളാഹിനെ കാണാനില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുട്ടത്തിങ്ങനെ തപ്പി നോക്കുമ്പോ ഹബീബായ മുത്തുനബിനെ കാണാനില്ല. പെണ്ണുങ്ങളെ, ഭർത്താക്കന്മാർ എന്തെങ്കിലും വിഷയത്തിൽ സംശയിച്ചാൽ അത് തിരിച്ചു അങ്ങോട്ട് തന്നെ കേട്ടോ. ഭർത്താക്കന്മാർ അങ്ങോട്ടും എന്തെങ്കിലും വിഷയത്തിൽ സംശയിച്ചാൽ ആ സംശയം ഇബ്ലീസ് ഇങ്ങനെ ഊതി വീർപ്പിച്ചു കൊണ്ടിരിക്കും. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംശയം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു തീക്കനലാണ്. ഇബ്ലീസ് ആ തീക്കനൽ ഇങ്ങനെ ഊതിക്കൊണ്ടേയിരിക്കും. ഊതുമ്പോൾ അതിങ്ങനെ നീറി 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 പുകഞ്ഞുകൊണ്ടിരിക്കും. സയ്യിദുനാ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയും, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് സംശയം ദൂരീകരിക്കണം. ആ സംശയ നിവാരണം നടത്തി കൊടുക്കണം. സംശയം മനസ്സിൽ വെക്കാൻ പാടില്ല. ദാമ്പത്യത്തിൽ അതൊരു തീക്കനലാണ്. നല്ലോണം ചിന്തിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇവിടെ നല്ലോണം ഈ സംഭവം നല്ലോണം പെണ്ണുങ്ങളെ കേട്ടോളൂ. ആണുങ്ങളും പെണ്ണുങ്ങളും നല്ലോണം കേട്ടോളൂ. എന്ന് നമ്മളൊക്കെ കുടുംബത്തിലെ മിക്ക കാരണവും എന്താണ്? പരസ്പര വിശ്വാസമില്ലായ്മ അല്ലേ? അധിക വിഷയങ്ങളിലുള്ള സംശയം. ഇപ്പോ പിന്നെ പാലക്കാട് ജില്ലയിലെ നെന്മാറക്കടുത്ത് മുടപ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രഭാഷണത്തിന് വേണ്ടി പോയിരുന്നിരിക്കെ, സുബ്ഹാന റബ്ബേ, അവിടെ വയലടക്കണിന്റെ കുറച്ച് അപ്പുറത്ത് ഒരു പെരയിൽ ഭയങ്കര കലാപം, ഭയങ്കര കച്ചറ. സംഘാടകരോട് ചോദിച്ചു, എന്താ സംഭവം? അതിങ്ങനെ ഒരു ചെറിയൊരു വിഷയം ഉണ്ട് അവിടെ, ഭാര്യയും ഭർത്താവും തമ്മിൽ. അത് എപ്പോഴും ഉള്ളതാണ്. എന്താ കാര്യം? നിങ്ങൾക്കൊന്ന് ചെന്ന് പരിഹരിച്ചൂടെ? നമ്മളൊക്കെ ഇടപെട്ടിട്ടും തോറ്റതാണ് ഉസ്താദെ. ഞാൻ പറഞ്ഞു, പിന്നെ നമുക്കൊന്ന് പോയോക്കാം, വയല് കഴിഞ്ഞിട്ട് നമുക്ക് ആ വിഷയം ഒന്ന് പോയിട്ട് നന്നാവാണിച്ച് നന്നായിക്കോട്ടെ. അപ്പം ഞാൻ കരുതി ഒരു 10, 30, 40 വയസ്സുള്ള ഭാര്യയും ഭർത്താവക്കാരൻ. അവിടെ ചെന്ന് നോക്കുമ്പോഴല്ലേ ചെറിയ വയസ്സുള്ളൂ. 37, 63 വയസ്സ്, 33, 70, 75 വയസ്സ്. ആ കത്തിലായിട്ടുള്ളൂ. എന്താ അവർക്കിടയിൽ. അപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ 37 പറയാം, ഇവിടുന്ന് ഇഷാക്കെന്നും പറഞ്ഞ് പള്ളിക്കൊക്കെ പോകണമെന്ന്. പള്ളിക്കല്ലാന്ന് എനിക്കറിയാം ഉസ്താദേ. 75 വയസ്സായി സാധനെ. 75 വയസ്സായ ഇയാള് ഇഷാക്ക് പള്ളിക്കെന്ന് പറഞ്ഞ് പോകണ. പള്ളിക്കല്ലാന്ന് എനിക്കറിയാം. മൂപ്പര് ഇവിടുന്ന് പോകണത് വേറെല്ലോടത്തേക്ക്. അത് എനിക്കറിയാഞ്ഞിട്ടൊന്നല്ല. 37 പരാതി. ഭാര്യക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് അതിലേറെ വലിയ സംശയം. ഈ ഭാര്യനെ പറയാണ്, ഇഷാസ്കാരം കഴിഞ്ഞാൽ ഇയാള് ടോർച്ച് അടിച്ചിങ്ങനെ നടക്കുന്നില്ല പെരന്റെ ചുറ്റും. പെരന്റെ ചുറ്റും പാറപ്പൊടി ഇട്ടുക. പാറപ്പൊടി ഇല്ലേ? പാറപ്പൊടി എംസാൻ്റെ അല്ലേ? എംസാൻ്റെ പെരന്റെ ചുറ്റും ഇട്ടുക. എന്തിനറിയോ? എന്നിട്ട് ഇയാൾ ഇഷാസ്കാരം ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കത്തില്ലേ, അതിൽ വല്ല പുതിയ ചെരുപ്പിന്റെ അടയാളം കാണുന്നുണ്ടോ, വല്ല സിഗരറ്റും കുറ്റി കാണുന്നുണ്ടോ, വല്ല തീപ്പെട്ടി കൊള്ളി കാണുന്നുണ്ടോ? 60, 65 വയസ്സായ വല്യമ്മാൻ്റെ അടുത്തൊക്കെ രണ്ടാളും സംശയമാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞേ, ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഏതായാലും എൻ്റെ അടുത്തില്ല. അള്ളാഹു കാക്കട്ടെ. മിക്ക കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ സംശയമാണ്. സംശയം എത്രത്തോളം എന്ന് പറഞ്ഞാലേ വളരെ സിമ്പിളായൊരു വിഷയം. സത്യോ തനായോ അല്ലേ? അപ്പൊ നമുക്കുണ്ട് വഖഫ് ഉണ്ടാവാലോ അല്ലേ? വന്നാൽ ഞാൻ നിർത്തും, വന്നാൽ ഞാൻ പോവുകയും ചെയ്യുള്ളൂ. ഞാൻ കഴിയുന്നവരത്തെ വെള്ളിയാഴ്ചയല്ലേ, നാളെ പാലക്കാടാണ് പരിപാടിയുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് വരുന്നത് വരെ കേൾക്കണേ, ശ്രദ്ധിക്കണേ. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. ഞാനൊരു ഉദാഹരണം പറയാം. സിമ്പിളായിട്ടുള്ള പല വിഷയങ്ങൾ വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നുള്ളതിന് ഉദാഹരണം. ഭർത്താവ് ഭർത്താവ് വിളിക്കുമ്പോൾ ഭാര്യ ചിലപ്പോൾ ബിസിയാകാരം. ഭാര്യ ബിസി ആയിരിക്കും. 1, 2 വട്ടമൊക്കെ വിളിക്കുമ്പോൾ ബിസി ആകുമ്പോൾ സ്വാഭാവികമായും ഭർത്താവ് കുറച്ച് ഗൗരവത്തിൽ ചോദ്യം ചോദിക്കും. ഞാൻ കുറെ നേരമല്ലേ വിളിക്കുന്നു, നീ ബിസിയാണല്ലോ, ആരാ വിളിച്ചിരുന്ന് ചോദിക്കൂല്ലേ? ചോദിക്കണ സമയത്ത് ഈ പെണ്ണുങ്ങൾക്ക് കുറച്ചൊരു കുശുമ്പ് കൂടുതലാണെങ്കിൽ ഓള് പറയും, അത് വേറെ ഒരാളെ ഇപ്പൊ നിങ്ങളറിയൊന്നും വേണ്ട.
കൈപ്പാട്ടിലാണെങ്കിൽ പഠനക്കുറ്റി ഒരു ഒറ്റ ഒന്നും കൊടുക്കും, നിങ്ങൾ അറിയണോ വേണ്ടെന്നുള്ളത് അല്ലേ. അത് വേറെ ആളാണ്, ഇപ്പൊ നിങ്ങൾ അറിയൊന്നും വേണ്ട. ഇത് ഓള് ഇയാളൊന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. സംഭവം ഓളെ അമ്മായി വിളിച്ചതാ. ഇവളൊന്ന് ഇയാളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. പക്ഷെ ഇബ്ലീസൊക്കെ പെരടിയിൽ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ ഓതി കൊടുക്കണ്ടോ, ഈ അറിയാൻ പറ്റാത്ത ആരോ ഒരാൾ വിളിക്കുന്നുണ്ട്, ഈ അറിയാൻ പറ്റാത്ത ആരോ ഒരാൾ വിളിക്കുന്നുണ്ട്. പിന്നെ ഇടക്കിടക്ക് ചെന്നപ്പോ ഇങ്ങനെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കും, ഇതിൽ ഏതൊരു നമ്പർ, ഇങ്ങനെ അല്ലേ. ആ സംശയം ഇങ്ങനെ വളർന്നു കൊണ്ടേയിരിക്കും. അത് ചില വിഷയങ്ങൾ ആണുങ്ങളടുത്തും സംഭവിക്കും. എന്നും 5 മണിക്ക് ജോലി കഴിഞ്ഞ് ചെല്ലുന്ന ആള് അന്ന് 6:30 ചെന്ന് ഭാര്യ വയ്ക്കുക, എവിടെ നിങ്ങൾ ഇത്ര നേരം? അപ്പോൾ ഓനിക്കും എൻ്റെ പൗരുഷൻ ഉണരും. ഓന് എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാ, എനിക്ക് അവിടെ എല്ലാം പോകാണ്ടാവും, അല്ല ഞാൻ പോകണൊക്കെ നിന്നോട് പറഞ്ഞിട്ട് പോകണോ? അപ്പോൾ ഓളെ മനസ്സിൽ ഇബ്ലീസ് ഉണ്ടോ, നീ നിന്നോട് പറയാതെ എവിടേക്കോ പോണുണ്ട്, ഇതിങ്ങനെ ഇബ്ലീസ് ഇങ്ങനെ വളർത്തും. അപ്പൊ മൂപ്പര് വന്ന് ഷർട്ട് ആങ്കർ മയിച്ചിട്ടാല് ഓള എടുത്തിട്ട് മണത്തോക്കും, ഇത് ഈ മണപ്പെടല്ലോ. ഞാനിപ്പോൾ അടുത്ത് നമ്മളീ പരിസരത്ത് ഞാൻ ജോലി ചെയ്യുന്നത് ചാവക്കാടിനടുത്ത് പാവർട്ടിക്കടുത്ത് പുതുമനശ്ശേരി മഹലിലാണ്. ഞാൻ വെള്ളിയാഴ്ച പുതുമൊക്കെ വരുന്നത്. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഞാനൊരു വലിയ ദാമ്പത്യ പ്രശ്നം അതിൽ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി രാത്രി ഞാൻ വന്ന്. അപ്പോൾ സംഭവം ത്വലാഖ് ഉറപ്പിച്ച് ഓൾക്ക് കൊടുക്കേണ്ട 5 ലക്ഷം റുപ്യ നഷ്ടപരിഹാരം ഓൻ വാങ്ങിക്കൊടുത്ത സകല ഡ്രസ്സും ചെരുപ്പും ഒഴിവാക്കിയിട്ട ചെരുപ്പ് വരെ പെട്ടിയിലാക്കിയിട്ടാണ് ഓള് വന്നിക്കണ്. പിരിയാൻ ഉറപ്പിച്ചിട്ടാണ് വന്നിക്കണ്. ഏതായാലും പിരിയല്ല, എന്നവർ പിരിയണിന് മുമ്പുള്ള പ്രശ്നം ഒന്ന് അന്വേഷിക്കാലോ എന്ന് കരുതി ഓരോന്ന് ഇങ്ങനെ പിണക്കത്തിന്റെ കാരണങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് വന്ന് അവസാനം എത്തിയതെന്തെന്നറിയും. പിണക്കത്തിന്റെ തുടക്കം, ഇയാൾ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുപ്പായത്തിൽ ഒരു ലിഫ്റ്റ് കിട്ട ചുണ്ടിന്റെ അടയാളം കണ്ടു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് 37 തെളിവ് പറയാണ്, സുലൈഖ ബീവി യൂസുഫ് നബിനെ കുടുക്കിയത് അങ്ങനെയല്ലേ? അപ്പോഴാണ് എൻ്റെ മനസ്സിക്ക് ഇതിനൊരു സൊല്യൂഷൻ കിട്ടിയത്. എനിക്ക് ഞാൻ ചോദിച്ചു, ഹബീബെ കുപ്പായത്തിന്റെ മുമ്പിലാണോ ചുണ്ടിന്റെ അടയാളം പിന്നിലാണോ? അയാൾ പറഞ്ഞു, ഉസ്താദെ പിന്നിലാണ്. തിരക്കുള്ള ബസ്സിൽ ഏതോ ഗുരുത്തം കേട്ടത് ചുണ്ടുമ്പോ ചായം തേച്ച് കയറി. പെണ്ണ് ഏതെങ്കിലും കയറിയിട്ടുണ്ടാവും. ബസ് ബ്രേക്ക് കുടിച്ചപ്പോൾ വന്നുകാണ്ട് എൻ്റെ പുറത്ത് ജാമായി ആ ചുണ്ടിന്റെ കുപ്പായത്തുമ്പോ പതിഞ്ഞു. അള്ളാന്റെ റസൂലാണ്, ഈ സാധനത്തിനല്ലാതെ വേറൊരു പെണ്ണിന്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടില്ല ഉസ്താദെ. ഞാൻ ഹറമൈനിൽ വന്നിട്ട് സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഏതായാലും അന്ന് അങ്ങോട്ട് രണ്ടാളെയും കൈയെടുത്ത് പറഞ്ഞയച്ചിരുന്നു. ഇപ്പൊ എന്തായി അല്ലാഹു ആലം, ഒരുമിച്ചോ അതോടെ തീർത്തോ എന്തോ അല്ലാഹു ആലം. എന്നിരുന്നാലും അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു നമുക്കൊക്കെ ബോധം തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സംശയം, എന്തെങ്കിലും ഒരു നിലയ്ക്ക് ഒരു ഡൗട്ട് മനസ്സിൽ കയറി കൂടിയാൽ അത് അപ്പൊ ക്ലിയർ ചെയ്യണം. സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യരുത്. സംശയം ഉണ്ടാക്കാത്ത കാര്യങ്ങൾ, സംശയ ദൂരീകരണം അത് എത്രയും പെട്ടെന്ന് നടത്തണം. നമ്മുടെ ഉസ്താദ് ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ ഒരു സംശയം ഉണ്ടായാൽ ആ സംശയം വെച്ച് നീട്ടരുത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അതിങ്ങനെ ഊതി വീർപ്പിച്ച് ദാമ്പത്യത്തെ തകർത്തെറിയാൻ മാത്രം അത് വളർത്തി വലുതാക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തപ്പി നോക്കി, കിടക്കുന്നിടത്ത് റസൂലുള്ളാഹി ഇല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുമിച്ച് കിടന്നതാണ്, പക്ഷേ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പതുക്കെ എണീറ്റു. ആയിഷ ബീവിന്റെ മനസ്സിക്ക് ഒരു സംശയം, ഒരു ചിന്ത ഇങ്ങനെ വന്നു മനസ്സിക്ക്. എൻ്റെ അടുത്ത് വരേണ്ട ദിവസം എന്നെ ഉറക്കി കിടത്തിയിട്ട് വേറെ ഏതോ ഭാര്യമാരെടുത്ത് പൊയ്ക്കായിരിക്കുന്നു. ഞാനിങ്ങനെ സംശയിച്ചു. 9 ഭാര്യമാരുണ്ടല്ലോ, അപ്പൊ എൻ്റെ അടുത്ത് വരേണ്ട, എന്നെ ഉറക്കിയിട്ട് വേറെ ആരുടെ പൊയ്ക്കായിരിക്കും. ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് എണീറ്റു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് പിന്തുടർന്നു. ആയിഷ ബീവി ഇങ്ങനെ നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കരിമ്പടവും പുതച്ചുകൊണ്ട് ഇങ്ങനെ ഇരുട്ടത്ത് നടക്കുന്നുണ്ട്. കമ്പിളി പുതപ്പും പുതച്ചിങ്ങാണ്ട് ഇങ്ങനെ നടക്കുക. ആയിഷ ബീവി ഇങ്ങനെ ചിന്തിച്ച, എന്റെ ചിന്ത ശരി തന്നെയാണ് കേട്ടോ, എവിടുക്കാണ് പോണ് നോക്കണേ. 8-9
ആരടുത്തേക്കാ പോണെന്ന് ഇവിടെ ഉറപ്പിച്ചാൽ മതി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത് ജന്നത്തുൽ ബഖീഇലേക്കാ. ആയിരക്കണക്കിന് അനുചരന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പരിശുദ്ധമായ ആ മദീന മുനവ്വറയിലെ ഖബർസ്ഥാനിലേക്ക് പാതിരാ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെന്നു. സുബ്ഹാന റബ്ബേ, അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. വല്ലാതെ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇത് ശഅബാൻ 15ന്റെ രാവിലായിരുന്നു എന്നൊരു ഹിക്കായത്ത് പറയപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് തെറ്റ് ബോധ്യമായി. പടച്ചോനെ, റസൂലുള്ളാഹിനെ ഞാൻ ചിന്തിച്ചത് ശരിയായില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വേഗം തിരിച്ചു ഓടി വന്നിട്ട് മൂടി പൊതിച്ചിട്ട് അവിടെ കിടന്നു. ഒന്നും അറിയാത്ത പോലെ അവിടെ കിടന്നു, ഒന്നും അറിയാത്ത പോലെ. ദുആയും കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വന്നു, റൂമിലേക്ക് വന്നു, ആയിഷ ബീവിന്റെ അടുത്ത് കിടന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, രാത്രിയിൽ നടന്നപ്പോ ക്ഷീണിച്ചുവല്ലേ? ആരെടുത്തുന്ന കള്ളത്തരം മറച്ചേക്കുന്നു അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ അള്ളാന്റെ റസൂൽ എങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആയിഷ, നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് പോലും എനിക്കറിയാം ആയിഷ. നമ്മളെ കെട്ടിയോട് മരിക്കാൻ സക്കറാത്തിന്റെ വലി വലിച്ചാൽ നമുക്ക് തിരിയില്ല. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിഷ ബീവിന്റെ ഹൃദയ മിടിപ്പ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചറിഞ്ഞു. അതായിരുന്നു ജീവിതം, അതായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഞാൻ അവസാനിപ്പിക്കുന്നു. ആ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ രംഗങ്ങളൊക്കെ പറയണമെങ്കിൽ ഒരുപാട് പറയാണ്ട്. മുസ്തഫായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെഞ്ചത്ത് കിടത്തിയിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പരിപാലിച്ചത്. വഫാത്തിന്റെ അവസാന സമയം ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചത്തേക്ക് തല ചേർത്ത് വെച്ച് ആയിഷ ബീവി ചവച്ച് പദപ്പെടുത്തി അറാക്ക് കൊണ്ട് പല്ല് തേച്ചിട്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതിനുശേഷം 57 കൊല്ലമാണ് ഈ ലോകത്തിന് അറിവിന്റെ നിറദീപം പകർന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചത്. ഒരു റമളാൻ 17 രോഗിയായി ആയിഷ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇൽമിന്റെ പ്രഭ ലോകത്തിന് കൈമാറി ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിത വനിതയായി ജീവിച്ച് ആ പാണ്ഡിത്യത്തിന്റെ നിറദീപം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഈ ഭൗതികമായ ലോകത്ത് അള്ളാനെ മറന്നുകൊണ്ട് ഈ ദുനിയാവാണ് ഏറ്റവും വലിയ മോഡിഫൈ എന്ന് ചിന്തിച്ചിട്ട് ശരീര പ്രദർശനം നടത്തുന്ന, പരപുരുഷ ബന്ധം സ്ഥാപിക്കുന്ന, ആണും പെണ്ണും തമ്മിൽ അജ്നബിയത്ത് അന്യമായി പോയി അവസാന നാടിന്റെ അടയാളമായി ആണും പെണ്ണും കൂടിക്കലറുന്ന സൗന്ദര്യ പ്രദർശന വസ്തുവായി മാത്രം പെണ്ണ് മാറുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിം പെങ്ങളെ, മുസ്ലിം പെണ്ണേ, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പഠിച്ചോ, ആയിഷ ബീവിയെ കുറിച്ച് പഠിച്ചോ. അവിടുത്തെ വാക്കും പ്രവൃത്തിയും വേഷവും വിധാനവും സംസാരവും സംസ്കാരവും ജീവിതത്തിൽ പകർത്തിക്കോ. എന്നിട്ട് അവരെ ഖദം പിന്തുടർന്നുകൊണ്ട് അഭിമാനത്തോടെ സ്വർഗലോകത്തേക്ക് കടന്നു ചെല്ലാൻ ഈ ദുനിയാവാകുന്ന കൃഷിയിടത്ത് പരിശ്രമിച്ചോ ഉമ്മ, കഠിനാധ്വാനം ചെയ്തോ ഉമ്മ. ഉപ്പമാരെ, സഹോദരങ്ങളെ, ഭർത്താക്കന്മാരെ, ഏതോ ലോകം കണ്ട സിനിമാ നടിമാര് റിയാലിറ്റി ഷോകളിൽ അവതാരികമാരെ റോൾ മോഡലാക്കാൻ ഭാര്യയെ പ്രേരിപ്പിക്കുന്നതിന് പകരം, മകളെ പ്രേരിപ്പിക്കുന്നതിന് പകരം, പെങ്ങളെ പഠിപ്പിക്കുന്നതിന് പകരം ആയിഷ റളിയല്ലാഹു അൻഹ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. ആയിഷ ബീവിയെ റോൾ മോഡലാക്കാൻ പഠിപ്പിക്ക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പിൻപറ്റാൻ പഠിപ്പിക്ക്. അങ്ങനെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് ആനന്ദിച്ച് ആഹ്ലാദിച്ച് പോവാൻ പരിശ്രമിക്കുക, പ്രയത്നിക്കുക, കഠിനാധ്വാനം ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.
ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.